കേരളത്തിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിലൊന്ന് ആലത്തൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് മന്ത്രിസഭാംഗത്വം രാജിവെക്കും. ആ ഒഴിവിലേക്ക് ആര് വരും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാനന്തവാടി MLA OR കേളു മന്ത്രിയായേക്കുമെന്ന് ഞങ്ങളുടെ പ്രതിനിധി R. ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം എന്നതും ആദിവാസി ക്ഷേമസമിതി നേതാവ് എന്നതുമാണ് കേളുവിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ. കെ രാധാകൃഷ്ണൻ നാളെയോ മറ്റന്നാളോ മന്ത്രിസ്ഥാനം രാജിവെക്കും. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് മന്ത്രിസഭാ പുനഃസംഘടന നടത്താനാണ് ആലോചന. ഇക്കാര്യത്തിൽ നാളത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അന്തിമ തീരുമാനമെടുക്കും. R. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. R. ശ്രീജിത്ത്, എന്തായാലും 16-ാം തീയതി മുതൽ പാർട്ടി തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ട് നേതൃയോഗങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിനു മുൻപ് എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് കെ രാധാകൃഷ്ണന് പകരം ആര് എന്ന ചോദ്യമാണ്. നേരത്തെ KK ശൈലജ ടീച്ചറിന്റെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു, അഭ്യൂഹങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന പേര് OR കേളുവിൻ്റെതാണോ? നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ കഴിയുമോ ശ്രീജിത്ത്? അരുൺ, CPM-ന്റെ രീതി അനുസരിച്ച് മന്ത്രിസഭയിൽ ഒരു പട്ടികജാതി പട്ടികവർഗ പ്രാതിനിധ്യം ഉണ്ടാകും. അത് എല്ലാ മന്ത്രിസഭയിലും അത്തരം പ്രാതിനിധ്യം പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കെ രാധാകൃഷ്ണൻ രാജിവെക്കുമ്പോൾ കെ രാധാകൃഷ്ണൻ പകരക്കാരനായി പുതിയൊരാൾ വരുമ്പോഴും അത് പട്ടികജാതി പട്ടികവർഗ സമുദായത്തിൽ നിന്നായിരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അത്തരമൊരു സാമുദായിക സന്തുലനം പാലിച്ചുകൊണ്ടാണ് സാധാരണ മന്ത്രിസഭാ രൂപീകരണം നടക്കുന്നത്. അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ പകരക്കാരനെ പരിഗണിക്കുമ്പോൾ CPM-ന്റെ സംഘടനാ ശ്രേണിയിലെ സീനിയോറിറ്റി ഒരു പ്രധാന ഘടകമാവും. അങ്ങനെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മാനന്തവാടി MLA-യുമായ OR കേളുവിന് കാര്യങ്ങൾ അനുകൂലമാവുന്നത്. മറ്റു ചില ഘടകങ്ങൾ കൂടി OR കേളുവിന് അനുകൂലമായിട്ടുണ്ട്. അദ്ദേഹം 2ാം ടൈം MLA ആണ്. ആദിവാസി വിഭാഗത്തിലുള്ള നേതാവാണ്. നേരത്തെ മാനന്തവാടി പഞ്ചായത്തിന്റെ തിരുനെല്ലി പഞ്ചായത്തിന്റെ പ്രസിഡന്റുമൊക്കെ ആയിരുന്നു. അത്തരത്തിൽ ആദിവാസി മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ മാത്രം 2ാം ടൈം MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിചയസമ്പന്നനായ ഒരു MLA ആണ്. വയനാടിൽ ഇപ്പോൾ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം OR കേളുവിന് അനുകൂലമായ ഘടകങ്ങളാണ്. സാധാരണ പാർട്ടിയുടെ സംഘടനാ ശ്രേണിയുടെ സീനിയോറിറ്റി പരിഗണിച്ചാണ് മന്ത്രിസ്ഥാനം പങ്കുവെക്കുന്നത്. CPM-ന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പട്ടികവർഗ വിഭാഗത്തിലുള്ള ആളെ മന്ത്രിസഭയിൽ അംഗമാക്കിയിട്ടില്ല. എന്നാൽ UDF-ന്റെ കാലത്ത് 2016 കാലത്ത് മാനന്തവാടി MLA ആയിരുന്നു PK ജയലക്ഷ്മി മന്ത്രിയായിരുന്നു. സംസ്ഥാനത്ത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിസഭയിലെത്തിയ ആദ്യ അംഗമായിരുന്നു PK ജയലക്ഷ്മി. അതുകൊണ്ട് ഇത്തവണ CPM അത്തരമൊരു ചരിത്രപരമായ ഒരു ഇടപെടലിന് അത് ഇറങ്ങിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നാണ് സാധാരണ മന്ത്രി ആളുകളെ ഉൾപ്പെടുത്താറുള്ളത്. അങ്ങനെ ഒരു പരിഗണന വന്നാൽ മാത്രമേ OR കേളു തഴയപ്പെടാൻ സാധ്യതയുള്ളൂ. എങ്കിലും OR കേളുവിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെ OR കേളുവിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് K ശാന്തകുമാരി, അംബിക, സച്ചിൻ ദേവ്, ശ്രീനിജൻ തുടങ്ങിയ ആളുകളെ പരിഗണിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തെ പരിഗണിക്കുകയാണെങ്കിൽ പ്രത്യേക സമുദായത്തിൽ നിന്ന് ആളുകളെയാണ് സാധാരണ മന്ത്രിയാക്കുന്നത്. ആ പരിഗണന വരികയാണെങ്കിൽ ശ്രീനിജനും കാര്യം കുറച്ചുകൂടി മുൻതൂക്കമുണ്ടാകും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയലക്ഷ്മിക്ക് ശേഷം സംസ്ഥാനത്ത് മന്ത്രിസഭയിലേക്ക് ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾക്കുള്ളൊരു അവസരം കിട്ടുന്നൊരു സാഹചര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളിൽ മുഖം മിനുക്കാനുണ്ട്. ആ മുഖം മിനുക്കുന്നതിനോടൊപ്പം തന്നെ തങ്ങളിൽ തകർന്നുപോയ വോട്ടുകൾ ചേർത്തു നിർത്തണം. അപ്പോൾ മന്ത്രിസഭയുടെ മുഖം മിനുക്കാൻ കെ രാധാകൃഷ്ണൻ പോകുമ്പോൾ സമാനമായ രീതിയിൽ പ്രതിച്ഛായുള്ളൊരു നേതാവിനെ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ അത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നാണെങ്കിൽ സ്വാഭാവികമായും OR കേളുവിന് തന്നെയായിരിക്കും ശ്രീജിത്ത് പറയുന്ന പോലെ സാധ്യത തെളിയുന്നത്. വയനാടിന് പ്രാതിനിധ്യമില്ല താനും. അത് ശശീന്ദ്രനാണ് വയനാടിന് ചുമതല കൊടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ OR കേളുവിനുള്ള സാധ്യത തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി അതല്ലെങ്കിൽ മാത്രമാണ് കോങ്ങാട് MLA-ക്ക് ശാന്തകുമാരിക്ക് സാധ്യത പോകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ OR കേളുവിന് എതിരായി നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? കാരണം പൂർണ്ണമായും പാർട്ടി എങ്ങനെയാണോ രാധാകൃഷ്ണൻ എന്നതുപോലെ തന്നെയാണ് OR കേളു. പാർട്ടിയുടെ ഏറ്റവും അച്ചടക്കത്തിലൂടെ പോകുന്ന ഒരു പാർട്ടി മനുഷ്യൻ തന്നെയാണ് OR കേളു, രാധാകൃഷ്ണനെ പോലെ തന്നെ. അരുൺ, ലാളിത്യത്തിന്റെ കാര്യത്തിലും മറ്റ് ആളുകളോടുള്ള പെരുമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലും OR കേളു രാധാകൃഷ്ണനെ പോലെ തന്നെ വളരെ അധികം പ്രശംസ പിടിച്ചു പറ്റുന്ന ആളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുനെല്ലി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടാണ് OR കേളു സജീവ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പിന്നീട് 2016 ആദ്യമായി നിയമസഭയിലേക്ക് മാനന്തവാടിയിൽ നിന്ന് മത്സരിക്കുന്നത്. അവിടെ മന്ത്രിയായി മത്സരിച്ച് PK ജയലക്ഷ്മി പരാജയപ്പെടുത്തിയാണ് OR കേളു ആദ്യമായി MLA ആയത്. 2ാം തവണയും അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തിൽ മാനന്തവാടിയിൽ നിന്ന് വിജയിച്ചു. OR കേളുവിന് അനുകൂല
അനുകൂലമായ ഘടകങ്ങൾ ഉണ്ട് എന്നാൽ അദ്ദേഹത്തിന് പ്രതികൂലമായ ഘടകങ്ങൾ അദ്ദേഹത്തെ പറ്റിയുള്ള വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംഘടനാപരമായ പ്രശ്നങ്ങളോ ഒന്നുമല്ല. മറിച്ച് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെയാണ് പരിഗണിക്കേണ്ടത് എന്നൊരു തീരുമാനം വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് എതിരാകുന്ന എന്തെങ്കിലും ഘടകങ്ങൾ വരൂ. കാരണം അദ്ദേഹം പട്ടികവർഗ വിഭാഗക്കാരനാണ്. CPM-ന്റെ ചരിത്രത്തിൽ, LDF-ന്റെ ചരിത്രത്തിൽ ഇതുവരെയും ഒരു പട്ടികവർഗ വിഭാഗക്കാരനെ മന്ത്രിയാക്കിയിട്ടില്ല. ആ പതിവ് തെറ്റിച്ചുകൊണ്ട് ഒരു പട്ടികവർഗക്കാരനെ മന്ത്രിയാക്കുക എന്നതൊരു ചരിത്രപരമായ തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് CPM പോകും. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ മുഖം മിനിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ മന്ത്രിസഭയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങൾ പാർട്ടിയെ കൈയൊഴിയുന്നു എന്ന വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉള്ളപ്പോൾ അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൈപിടിച്ചുയർത്തി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എന്നത് തീർത്തും ചരിത്രപരമായ ഒരു തീരുമാനമായിരിക്കും. ആ തീരുമാനത്തിലേക്ക് CPM പോകുമോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത്. എന്നാൽ പട്ടികജാതി വിഭാഗക്കാരനെ മാത്രം പരിഗണിച്ചാൽ മതി. അതും പട്ടികജാതി വിഭാഗത്തിൽ തന്നെ ഒരു പ്രത്യേക സമുദായത്തെയാണ് സാധാരണ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ അതേ സമുദായക്കാരനാണ്. അങ്ങനെ ആ സമുദായത്തിന്റെ പരിഗണന മാത്രം നോക്കുകയാണെങ്കിൽ ശ്രീനിധിൻ മാത്രമാണ് ഇതര MLA-മാരിൽ ആ പ്രത്യേക സമുദായത്തിൽ നിന്ന് ഉള്ളത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. OR കേളുവായിരിക്കും രാധാകൃഷ്ണന് ശേഷം മന്ത്രിസഭയിൽ എത്താൻ സാധ്യതയുള്ളതെന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു.